YMCA മടമ്പം യൂണിറ്റിന്റെ ഉദ്ഘാടന ചടങ്ങ് മടമ്പം സ്കൂളിൽ വെച്ച് നടന്നു. ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. YMCA മടമ്പം യൂണിറ്റിന്റെ ഉദ്ഘാടന ചടങ്ങ് മടമ്പം സ്കൂളിൽ നടന്നു. ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ബിനോയ്ക്ക് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബേബിച്ചൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. YMCA മടമ്പം രക്ഷാധികാരി റവറന്റ് ഫാദർ സജി മെത്താനത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. മാനുവൽ കുരിശിത്താനം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബിജു PM, മനോജ് MP, മീന സജി, KM തോമസ്, മത്തായി VM, ഷാജി ജോസഫ്, റെജി ജോൺ, ആന്റണി സിഫ് എന്നിവർ സംസാരിച്ചു. ഫിലിപ്പ് രാജ് നന്ദി അറിയിച്ചു. നല്ല നേതൃഗുണമുള്ള വളരെയേറെ സമൂഹത്തെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന വ്യത്യസ്ത മേഖലകളിൽ രാഷ്ട്രീയ രംഗത്താകട്ടെ, സാമൂഹ്യ രംഗത്താകട്ടെ, സാമുദായിക രംഗത്താകട്ടെ കരുത്തുറ്റ നേതൃത്വങ്ങളെ വളർത്തിയെടുക്കാൻ അത്തരം താല്പര്യങ്ങളെ ഒന്നും ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ലെങ്കിലും എല്ലാ സാമൂഹ്യ പ്രക്രിയയിലും, രാഷ്ട്രീയ പ്രക്രിയയാണെങ്കിൽ, സാമുദായിക പ്രക്രിയയാണെങ്കിൽ, സാമൂഹ്യ പ്രക്രിയയാണെങ്കിൽ അത്തരം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംരംഭങ്ങളിൽ നല്ല നേതൃഗുണമുള്ള വ്യക്തികളെ സംഭാവന ചെയ്യാൻ YMCAക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെയേറെ അഭിമാനകരമായ കാര്യമാണ്. നമ്മുടെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ YMCA ചെയ്യുന്ന ഏറ്റവും വലിയൊരു സേവനമായി ഞാനതിനെ കാണുകയാണ്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. YMCAയുടെ നിരവധി പരിപാടികൾ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ആ പരിപാടികളൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളുള്ളവർ ഇതിനൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അത്തരം രാഷ്ട്രീയ പാർട്ടികളിലേക്കും പ്രസ്ഥാനങ്ങളിലേക്കും സാമുദായിക പ്രസ്ഥാനത്തിലേക്കും സാമൂഹ്യ പ്രസ്ഥാനത്തിലേക്കും ഒക്കെ അച്ചടക്ക ബോധമുള്ള ഒട്ടേറെ വ്യക്തികളെ രൂപപ്പെടുത്തുന്നതിൽ, അവരെ മോൾഡ് ചെയ്യുന്നതിൽ, അവരെ രൂപപ്പെടുത്തുന്നതിൽ YMCAയിലൂടെ സാധിക്കുന്നു എന്നുള്ളത് പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മുടെ സമൂഹത്തിന് YMCA നൽകുന്ന ഉദാത്തമായ സേവനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഞാൻ അതിനെ കാണുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ YMCA നടത്തുന്ന പ്രശംസനീയമായ പ്രവർത്തനങ്ങളെ അടുത്തു നിന്നും അകലെ നിന്നും നോക്കിക്കാണാൻ കഴിഞ്ഞവരാണ് നാം എല്ലാവരും. പ്രകൃതി ദുരന്തമുണ്ടായാൽ, വെള്ളപ്പൊക്കമുണ്ടായാൽ, നിരവധിയായിട്ടുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളിലൊക്കെ അവിടെയെല്ലാം മറ്റാരേക്കാൾ മുന്നിൽ നിൽക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കാൻ, ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു പ്രസ്ഥാനമായി YMCA കാണാൻ സാധിച്ചു. ഞാൻ ഓർക്കുന്നു, നമ്മുടെ പ്രളയ ദുരന്തമുണ്ടായപ്പോഴും അതുപോലെ തന്നെ കോവിഡിന്റെ ഘട്ടത്തിലുമൊക്കെ വളരെയേറെ പകച്ചു നിന്ന സന്ദർഭത്തിൽ സമൂഹത്തിൽ തനതായ പ്രവർത്തന ശൈലി സ്വീകരിച്ചുകൊണ്ട് സ്വയം സന്നദ്ധരായി YMCA പ്രവർത്തകർ മുന്നോട്ട് വന്ന ഒട്ടേറെ അനുഭവങ്ങൾ നമ്മുടെ മലയോര പ്രദേശത്തും YMCAയുടെ ബാനറിൽ കാണാൻ സാധിച്ചു. ആംബുലൻസ് സർവീസുകളാകട്ടെ, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളാകട്ടെ, വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന പദ്ധതികളാകട്ടെ, മരുന്നില്ലാത്തവർക്ക് മരുന്ന് നൽകുന്ന പദ്ധതിയാകട്ടെ, അങ്ങനെ അർഹതപ്പെട്ടവർക്ക് പരമാവധി സഹായം ചെയ്യുന്നതിന് വേണ്ടി YMCA നടത്തിയിട്ടുള്ള ഇടപെടലുകൾ വളരെ സ്തുത്യർഹമാണ്. അതെല്ലാവരും പരക്കെ അംഗീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഗവൺമെന്റുകളും വളരെ പ്രാധാന്യത്തോടെ നോക്കി കാണുന്ന ഒരു സംഘടനയാണ് YMCA. ഞാൻ അതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മടമ്പത്ത് ഇതിന്റെ അംഗമായി ചേരുന്ന, ഈ കുടുംബത്തിലേക്ക് അംഗങ്ങളായി ചേരുന്ന ഓരോരുത്തർക്കും നിങ്ങൾക്ക് അഭിമാനത്തോടെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സ്മരിക്കാൻ കഴിയുന്ന ഒട്ടേറെ അനുഭവങ്ങൾ ഈ പ്രസ്ഥാനത്തിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. അതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായും സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും വളരെ പ്രയോജനകരമായ ഒന്നായി മാറും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞാൻ ദീർഘമായ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. മടമ്പം എന്ന മനോഹരമായ പ്രദേശം നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സുന്ദരമായ ഒരു പ്രദേശമാണ്. ശാന്തസുന്ദരമായ പ്രദേശമാണ്. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും ഉയർന്ന നിലവാരമുള്ള ഔന്നത്യം പുലർത്തുന്ന ഒരു ജനത അധിവസിക്കുന്ന പ്രദേശമാണ്. പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന പ്രദേശമാണ്. മതസാഹോദര്യത്തിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും കായിക രംഗത്തുമെല്ലാം വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജനത അധിവസിക്കുന്ന പ്രദേശമാണ്. അങ്ങനെ പലതുകൊണ്ടും സവിശേഷത അർഹിക്കുന്ന ഒരു പ്രദേശത്ത്
YMCA പോലുള്ള ഒരു അന്തർദേശീയ പ്രസ്ഥാനം ഇവിടെ സ്ഥാപിതമാകുമ്പോൾ തീർച്ചയായും അതിന് വലിയ പ്രതിച്ഛായ വളർത്തിയെടുക്കാൻ, ഈ സമൂഹത്തിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ, കൂടുതൽ ബന്ധങ്ങളെ ഊഷ്മളമാക്കാൻ, നമ്മുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്താൻ തീർച്ചയായിട്ടും ഇത് ഉപകരിക്കും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കട്ടെ.